ഭർത്താവ് എൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നടത്തി തരുന്നില്ല എന്നതാണ് ഒരു ഭാര്യയുടെ പരാതി. അതിനവർ പല നിലക്കും അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ വൃത്തിയോടുകൂടി ബെഡ്റൂമൊക്കെ നന്നായി ഭംഗിയാക്കി സുഗന്ധം, അയാൾക്ക് ഇഷ്ടപ്പെട്ട സുഗന്ധമൊക്കെ പൂശി തന്നെ പലതവണ ചെന്നിട്ടുണ്ട്. പക്ഷേ മാസത്തിൽ ഒരു തവണ പോലും സെക്സ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഏതെങ്കിലും തരത്തിലൊന്ന് അടുത്ത് ചേർത്ത് പിടിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ തട്ടി മാറ്റുകയാണ് എന്നാണ് പറയണത്. എനിക്കത് ഇറിറ്റേഷൻ ആണെന്നാണ് ഭർത്താവ് പറയണതെന്നാണ് പറയണത്. പിന്നെ ഞാൻ മരിച്ചു പോയാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ എന്താ ചെയ്യുക, എനിക്ക് തന്നെയാണ് ഒരു ചിന്ത ഉള്ളത്, വേറെ ചിന്തയൊന്നുമില്ല എന്നുള്ള ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. പിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എങ്ങനെയാണ് നീ ഒതുക്കി വെച്ചത്, എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ള ചില വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വലിയ മാനസിക പ്രയാസമുണ്ട്. അപ്പോൾ അതിലൊരു വാചകം സാമ്പത്തികമായ എന്തെങ്കിലും ആവശ്യങ്ങളാണെങ്കിൽ അത് മറ്റുള്ളവരുടെ നിർവഹിക്കാലോ എന്നാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വികാരം നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട്, ക്ഷമയോടുകൂടി കഴിയുന്നു, പടച്ചോനെ പേടിച്ച് എന്ത് ചെയ്യാണ്, ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ്. വളരെ വലിയ ദേഷ്യമുണ്ട്, തലവേദന ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയണത്. ഇതിൽ സൂചിപ്പിക്കുന്നൊരു കാര്യം, ഇവരുടെ ഭർത്താവും ഇടയ്ക്കൊക്കെ പീസ് റേഡിയോ കേൾക്കുന്ന ആൾ കൂടിയാണ് എന്നാണ് ഇവരുടെ സൂചന ഉള്ളത്. എന്തായാലും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന മറ്റെന്തെങ്കിലും വഴി തേടിയാൽ നാളെ നരകത്തിൽ പോകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും എന്ത് ചെയ്യും, തൻ്റെ വികാരങ്ങളെ അടക്കി നിർത്താനുള്ള മാർഗം എന്താണ്, അനുവദനീയമായ മാർഗത്തിലൂടെ വൈകാരികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിർവഹിക്കപ്പെടാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമം ആ സഹോദരിയുടെ വാക്കുകളിൽ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഭർത്താവ് എന്ന നിലക്ക് വളരെ ഗുരുതരമായ വീഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ശേഷികളില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളാണ് തൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിന് അതിനുള്ളൊരു ശേഷിയില്ല എന്ന് പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള അനുവാദം കൊടുത്ത സംഭവങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിവാഹത്തിൻ്റെ അടിസ്ഥാനമായ കാര്യം, തൻ്റെ ജീവിത വിശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം, അപ്പോൾ അതിൽ അദ്ദേഹം കാണിക്കുന്ന ഈ വീഴ്ച എന്താണ്, അത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഇനി പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഒന്ന് അയാളുടെ ഒരു ഹുൽ ആവശ്യപ്പെട്ടാൽ പോലും അത് തെറ്റാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ഈ സെക്സ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വലിയ അജ്ഞത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് നിർവഹിക്കണം, എങ്ങനെ ആ ബന്ധമുണ്ടാക്കാൻ പറ്റും, എങ്ങനെ പരസ്പരം ഇതിലൊരു ആത്മസംതൃപ്തി കാണാൻ പറ്റും, ഇതൊക്കെ ശരിക്കും എന്താ വെച്ചാൽ ഈ മനുഷ്യന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്താലേ അറിയുള്ളൂ. കാരണം വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ, മനുഷ്യനൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം ചില സ്വകാര്യ കാര്യങ്ങളൊന്നും ആരോടും ചോദിച്ചറിയില്ല. അതുകൊണ്ട് ഇത്തരം ആളുകൾ എന്ത് ചെയ്യാണ്, ഒരു നല്ല ഇസ്ലാമികമായിട്ടുള്ള മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ അറിയുന്ന ഒരാളിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയമാകണം. അതെ, കാരണം ഇവർക്ക് അയാളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അത്തരം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. എങ്ങനെ അതിൻ്റെ കാര്യം, ചിലപ്പോൾ അദ്ദേഹത്തിന് ആ രംഗത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഇന്നിഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ ഇതൊരു പരിഹാരത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ശരിക്കും. പിന്നെ വെച്ചാൽ അവനവൻ്റെ ഇത്തരം ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതിരിക്കുമ്പോൾ ജീവിതം തന്നെ അസ്വസ്ഥമായിരിക്കും. കാരണം ആ ചിന്ത ഇങ്ങനെ മനസ്സിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രം ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മവിശുദ്ധിക്ക് പരിക്കേൽപ്പിക്കുന്ന കാര്യം, പരലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാകുന്നത് കൊണ്ട് അടിയന്തരമായ പരിഹാരം കാണാൻ ഇത്തരം ആളുകൾ തയ്യാറാവേണ്ടതുണ്ട്. അതുപോലെ ഭാര്യമാർ സഹകരിക്കാതിരിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാർ സഹകരിക്കുന്ന ഭാര്യമാരും ഒക്കെ ഇത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് ക്ഷമിക്കാനും സഹിക്കാനും, ഞാൻ മരിച്ചാൽ എന്താ ചെയ്യുക, കല്യാണത്തിന് മുമ്പ് എന്ത് ചെയ്തു, ഇതൊന്നും അതിന് പ്രസക്തമാണ്. അതിനുള്ള വഴികൾ മുന്നിലുണ്ടാകുമ്പോൾ അത് നിർവഹിക്കപ്പെടണം എന്ന് പറയുന്ന ന്യായമായ ആവശ്യത്തിനുള്ള മറുപടികളാകുന്നില്ല ആ ചോദ്യങ്ങളൊന്നും എന്നതാണ് വസ്തുത.